രാഷ്ട്രീയക്കാർ വളർത്തി വലുതാക്കിയ കൗമാര സംഘടനകൾ, ആ സംഘടനകൾ കേരളത്തിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു? വെല്ലുവിളിക്കുന്നു, വധഭീഷണി മുഴക്കുന്നു, കയ്യുംകാലും തല്ലിയൊടിക്കുമെന്ന് പറയുന്നു, ഇടിമുറികൾ തയ്യാറാക്കി വയ്ക്കുന്നു, ഇടിമുറികളിലിട്ട് വിദ്യാർത്ഥി സംഘടനകളിലെ പ്രതിയോഗികളെ ആക്രമിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം നിറഞ്ഞതാണോ കേരളത്തിലെ വർത്തമാനകാല കൗമാര രാഷ്ട്രീയ കാലം എന്ന ചോദ്യം ഉയരുകയാണ്. നിയമസഭ ഇന്ന് SFI KSU സംഘർഷമടക്കമുള്ള വിഷയങ്ങളാൽ ആരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞു, ബഹളങ്ങൾ കൊണ്ട് നിറഞ്ഞു. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ KSU SFI സംഘർഷ വിഷയമാണ് ഇതിനെല്ലാം ഇടയാക്കിയത്. SFI നിൽക്കുന്നത് ഇടിമുറിയുടെ ഭീകരതയിലാണ് എന്നാണ് M. വിൻസെന്റ് MLA ആരോപിച്ചത്. ക്യാമ്പസിലെ സംഘടനകൾ അതാര് നടത്തിയാലും അപലപനീയം തന്നെയാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ്. SFIയെ അധിക്ഷേപിക്കാനാണ് ശ്രമം എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നതിൽ പോലീസ് കേസുകളെടുത്ത് അന്വേഷിച്ചു വരുന്നു. KSU നേതാക്കളോടൊപ്പമാണ് ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ജോബിൻസൺ എന്നയാൾ എത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. ആ തരത്തിൽ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് SFI അല്ലേ? ധീരജ് രാജേന്ദ്രൻ്റെ ആ അരുൺ കൊലയെപ്പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ? എരന്ന് വാങ്ങിയ അല്ലേ? നിയമസഭയിൽ നിന്ന് വിഷ്ണു കരുണാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണുവിലേക്ക് പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കൊടുത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി വാക്കുകൾ ഈ ഘട്ടത്തിൽ കൊടുക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ക്യാമ്പസിൽ അക്രമികൾ കഴിഞ്ഞാടാനുള്ള അവസരമൊരുക്കലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നത്. നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. അതായത് എന്ത് വൃത്തികേടും കാണിക്കാൻ, എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ, ആരെയും വേട്ടയാടാൻ, ആരെയും തല്ലിക്കൊല്ലാൻ കുറെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സർ, അവര് വിലയിരുത്തിക്കോട്ടെ. ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ഒരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൻ്റെ ആവേശഭരിതമായ അലയൊലികൾക്ക് ശേഷം നിയമസഭ അടക്കമുള്ള എല്ലാ സഭകളിലും അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയത്തിൽ സ്ഥിരതയുണ്ടാവൂ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയൂ എന്ന് ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തുകൊണ്ട് നിയമസഭയിലും അതിൻ്റെതായ അലയൊലികൾ ഉണ്ടാവുന്നു എന്ന് വേണം കരുതാൻ. നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പഴയ മട്ടിലുള്ള ഒരു ഷാജി കൈലാസ് സിനിമ കാണുന്നത് പോലെയും പുതിയ മട്ടിലുള്ള ഒരു ആവേശം സിനിമ കാണുന്നത് പോലെയുമുള്ള ഡയലോഗുകളുടെ തീപ്പൊരി പാറലുകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് കരുതാവുന്ന രീതിയിൽ ഇന്ന് നിയമസഭയിൽ KSU SFI സംഘർഷത്തെക്കുറിച്ച് അവരുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയെറിഞ്ഞ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ബനേഷ്, ഈ ഒരു വിഷയം പ്രധാനമായും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്. കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ SFI KSU സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഇന്ന് ഉന്നയിച്ചത്. പ്രധാനമായും ഇത് ക്യാമ്പസിനുള്ളിൽ പലയിടങ്ങളിലും സംഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടാക്കുന്നു. പലയിടത്തും സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കാര്യവട്ടം ക്യാമ്പസിലെ വിഷയം ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ പ്രതിപക്ഷം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യം MLA-മാർക്കെതിരെ കേസെടുത്ത വിവരമാണ്. അതായത് കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ KSU സംഘർഷമുണ്ടാകാനുള്ള പ്രധാന കാരണം സാൻജോസ് എന്ന വിദ്യാർത്ഥിയെ കൂട്ടമായി മർദ്ദിച്ചു എന്നാണ് പരാതിയായി ഉന്നയിക്കുന്നത്. M. വിൻസെന്റ് MLA അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആ വിഷയം കൂട്ടമായി മർദ്ദിക്കുന്നു, അതിനുശേഷം ഈ വിദ്യാർത്ഥിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് KSU ഇടപെട്ടതാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ പിന്നീട് SFI KSU സംഘർഷമായി മാറി. അതിനുശേഷം പോലീസ് കേസെടുക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിലേക്ക് ആണ് ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊണ്ടുപോയെന്നുള്ളൊരു ആരോപണവുമുണ്ട്. വിദ്യാർത്ഥി
ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല. പിന്നീടാണ് KSU പ്രവർത്തകർ എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ ഈ കാര്യവിവരം അന്വേഷിക്കാൻ ആയിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ 2 MLA-മാർക്കെതിരെയാണ് SFI അതിക്രമം ഉണ്ടായത്. 50ഓളം പോലീസുകാർ നോക്കി നിൽക്കുമ്പോഴാണ് SFI പ്രവർത്തകർ ആക്രമിച്ചതെന്നാണ് വിൻസെൻ്റ് MLA പറയുന്നത്. തനിക്കെതിരെയും ഈ മർദ്ദനമുണ്ടായി എന്നുള്ള ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ഇതിനെ പറയുന്നത് ഈ ഒരു വിഷയത്തിലൂടെ തന്നെ അത് ഗൗരവമായ വിഷയം തന്നെയാണ്. ഇരുവിഭാഗക്കാരെയും കക്ഷി നോക്കാതെ പോലീസ് നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയത്. അതോടൊപ്പം തന്നെ ഈ SFIക്കെതിരെ ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം SFIയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നുള്ള സൂചന മുഖ്യമന്ത്രി നൽകി. അത്തരത്തിലാണ് മുഖ്യമന്ത്രി കാര്യത്തെ വിമർശിച്ചത്. വിഷ്ണു കരുണാകരൻ, കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ആ കോളേജിന് സംരക്ഷണം ഒരുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലെ ഈ നിയമസഭയിൽ ഇന്ന് നടന്ന KSU SFI സംഘർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി തേടിയുള്ള ചർച്ച, അതിൽ ഇടിമുറി എന്നുള്ള വാക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ വന്നു, ആരൊക്കെ ഉന്നയിച്ചു, അതിനുള്ള മറുപടി എന്തൊക്കെയായിരുന്നു? ബനേഷ്, ഇടിമുറി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത് ആദ്യം തന്നെ വിൻസെൻ്റ് MLA തന്നെയായിരുന്നു. ക്യാമ്പസുകളിൽ ഇടിമുറിയുണ്ട്. കാര്യവട്ടം ക്യാമ്പസിലെ നമ്പർ 121 മുറി ഇടിമുറിയാണ്. എല്ലാ കോളേജിലും ഇത്തരത്തിലുള്ള ഇടിമുറിയുണ്ട്. SFI ഇടിമുറിയിൽ നിന്നാണ് വളർന്നു വരുന്നതെന്ന് അടക്കമുള്ള വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഇടിമുറി നിന്ന് വളർന്നു വരേണ്ട ഒരു ആവശ്യം SFIക്കില്ല. SFI പടിപടിയായാണ് ഉയർന്നു വന്നത്. വലിയ രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചാണ് കേരളത്തിൽ നിറഞ്ഞു നിന്ന പ്രസ്ഥാനം ആയി തന്നെയാണ്. KSU നിറഞ്ഞു നിന്ന പ്രസ്ഥാനമല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ശോഷിച്ചു പോയതെന്ന് തിരിഞ്ഞു നോക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടല്ലേ SFI വളർന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. 35 SFI പ്രവർത്തകരാണ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ഇരകളായി പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയിരുന്നു. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണെന്നും അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി ഇതിനെതിരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടിമുറി രാഷ്ട്രീയമല്ല SFIയുടെ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷ്ണു, ഇതിൽ ഇടിമുറി എന്ന വാക്കിന് ശേഷം പിന്നെ രണ്ടാമതായിട്ട് നിയമസഭയിൽ നിന്ന് നിറഞ്ഞ എന്നൊരു വാക്ക് എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം എന്ന വാക്കാണ്. നവകേരള സദസ് നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണവരെ പിടിച്ചു മാറ്റി മർദ്ദിച്ചു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയുണ്ടായി. പക്ഷെ പിടിച്ചു മാറ്റിയത് ആ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് അന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇന്ന് അതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, മാറ്റി പറയുകയില്ല എന്ന് പറയാനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ചെടിച്ചട്ടി വരെ കൊണ്ട് ആക്രമിക്കുന്ന സാഹചര്യമാണ് ജനങ്ങൾ കണ്ടതെന്ന് അടക്കമുള്ള ആരോപണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം, മുഖ്യമന്ത്രി നവകേരള സദസ്സിനെ കുറിച്ച് പറയുമ്പോൾ താൻ കണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയും അത് ആവർത്തിക്കുക തന്നെ ചെയ്യുമെന്നും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രക്ഷാപ്രവർത്തനമാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചാടിയ ആളുകളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. താൻ അതാണ് കണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി നവകേരള സദസ്സിന് ശേഷം കാണിച്ചത് തനിക്ക് തോന്നുന്നത് താൻ മഹാരാജാവ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി. നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഊന്നി പറയുന്ന സാഹചര്യം. എന്നാൽ ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകി, താൻ മഹാരാജാവല്ല എന്ന് തനിക്കറിയാം, താൻ ജനങ്ങളുടെ ദാസനാണ്, താൻ എന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഏതായാലും ഈ സമയത്താണ് ഭരണപക്ഷത്തിലെ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി. അതെ, അത് ആ സംഭാഷണങ്ങൾ തന്നെ വളരെ രസകരമായ സംഭാഷണങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്, നിങ്ങൾ നവകേരള സദസ്സിനായിട്ട് യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയല്ല, മറിച്ച് മഹാരാജാവാണെന്ന്. നിങ്ങൾ മഹാരാജാവല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി, മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി അതാണ് ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചത്. ഞാൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണ്, എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. വിഷ്ണു തുടരൂ. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. ചെയറിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല, ആവർത്തനമായുള്ള വിമർശനങ്ങളാണ്, അത് ശരിയല്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് ശേഷമാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയിലേക്ക് ഇറങ്ങിയത്. പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഇന്നത്തെ സഭ പിരിയുകയാണ് ഉണ്ടായത്.
ഇന്നത്തെ സഭ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി വിഷ്ണുവിൽ നിന്ന് കേൾക്കാനുണ്ട്. അതിന് മുൻപ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ചില പരാമർശങ്ങൾ ആക്ഷേപകരമാണ്, അവ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി എം പിയുടെ വയനാട് ഓഫീസിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തത് SFI പ്രവർത്തകരാണെന്നായിരുന്നു വി ഡി സതീശൻ്റെ പരാമർശം. ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. മഹാത്മാഗാന്ധിയുടെ ചിത്രം SFIക്കാരാണ് തകർത്തത് എന്ന് പറഞ്ഞത് ആക്ഷേപകരമായ പരാമർശമാണ്. തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാം. അല്ല, അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചെയറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയറിന് നേരെ ആക്രോശങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ചെയറിനെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. വിഷ്ണു കരുണാകരൻ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് SFIയുടേത് പ്രാകൃതമായ ശൈലിയാണ്. ഈ പ്രാകൃതമായ ശൈലി അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്. അത് നിയമസഭയ്ക്ക് പുറത്തുള്ളതാണ്, ആലപ്പുഴയിൽ സംസാരിച്ചതാണ്. വിഷ്ണു കരുണാകരന് തിരുവനന്തപുരത്ത് നിന്ന് അതേക്കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് നിയമസഭയിൽ മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും SFIയെ ന്യായീകരിക്കുന്ന രീതിയിലാണോ പ്രസംഗിച്ചത്? നിയമസഭയിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രാകൃതമായ ഒരു രീതി തന്നെയാണ് SFIയുടെ എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷം ഉന്നയിച്ചത്. SFIയുടെ ഈ രീതി ഇനിയും തുടർന്നാൽ അത് പാർട്ടിക്ക് തന്നെ ദോഷമാകുമെന്നുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഈ ഗുണ്ടാപ്പട, ഇൻക്യുബേറ്ററിൽ വളരുന്ന ഗുണ്ടാപ്പടയാണ് SFI എന്നും അവർ നിങ്ങളെയും കൊണ്ടേ പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു പ്രസ്താവന പറയുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. SFIക്ക് വേണ്ട പിന്തുണ നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നുള്ള ആരോപണവും ഇവിടെ നിയമസഭയിൽ ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത് ഈ SFIക്കാർക്ക് പ്രചോദനമുണ്ടാകുന്നു, അവർ വീണ്ടും ആക്രമണം അയക്കുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു നിലപാട്. അത്തരത്തിൽ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. അതെ, തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാക്കളുടെ അതുപോലെ പ്രതിപക്ഷ അംഗങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷാംഗങ്ങൾക്ക് SFIയെ ആക്രമിക്കാൻ വേണ്ടി, SFIയെ വിമർശിക്കുന്നതിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ഇത് LDFിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആലപ്പുഴയിൽ നിന്ന് SFIയുടേത് പ്രാകൃതമായ രീതിയാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ആ ശൈലിയിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾക്കിടയാക്കും എന്ന് നാം മനസ്സിലാക്കുക. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത CPIMുമായി ബന്ധപ്പെട്ടത് CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരത്തെ AKG സെൻറ്റർ ആക്രമിച്ച കേസിലെ പ്രതിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഷുഹൈൽ ഷാജഹാൻ കോൺഗ്രസ്സുകാരനല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയാണ് ഷുഹൈൽ ഷാജഹാൻ. കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. യൂത്ത് കോൺഗ്രസ്സുകാരൊന്നല്ലല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ്സുകാരൊന്നല്ലല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഭാരവാഹികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതല്ല. ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അതുമില്ല. ഞങ്ങൾ അന്ന് തന്നെ പറയാം, ഞങ്ങൾ പാർട്ടിക്ക് യാതൊരു ബന്ധവും അതുമായിട്ട് പറഞ്ഞു. അത് KPCC ഓഫീസ് CPM പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചെയ്തു എന്നുള്ളൊരു കേസാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കൊന്നും പോകാറില്ല. ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കൊക്കെ പോയത് എന്തായാലും ഞങ്ങൾ ഇതിലൊന്നും പോകുന്ന ആളല്ല. അതിന് ഒരാൾ പ്രോത്സാഹിപ്പിക്കില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SFI തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വിദ്യാഭ്യാസം
നിങ്ങൾക്കെതിരെ ഉയരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ SFI രാജ്യവ്യാപകമായി ഇന്ന് പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് SFIയും KSUവും തമ്മിലുള്ള സംഘർഷമടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയായത്. SFIയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മളിനി പോകുന്നത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് മുൻ പ്രിൻസിപ്പാൽ M രമയുടെ പെൻഷൻ തടഞ്ഞു വെക്കുന്നതായിട്ട് പരാതി ഉയരുന്നു. SFIക്കെതിരെ വിമർശനം ഉന്നയിച്ചതുകൊണ്ടാണ് ഈ അധ്യാപികയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നത് എന്നാണ് ആരോപണം. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണ് ഈ പെൻഷൻ തടഞ്ഞു വെക്കുന്നത് എന്നും കോളേജിൽ ഇപ്പോഴും നിരവധി ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നും M രമ ആരോപിക്കുന്നു. M രമയുടെ സംഭാഷണം ആദ്യം നമ്മൾക്ക് കേൾക്കാം. M രമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഗസ്റ്റിൻ ജോസഫ് പങ്കുവയ്ക്കുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത് പ്രിൻസിപ്പലായിട്ടുള്ള രമ മുൻപ് രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവർ തമ്മിൽ വലിയ സംഘർഷം ഉടലെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സർവീസിൽ നിന്ന് വിരമിച്ച ഇവർക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഈ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഈ പെൻഷൻ നിഷേധിക്കുകയാണെന്ന് രമ വ്യക്തമാക്കി. പലതവണ അപേക്ഷ നൽകിയിട്ടും CD ഫയൽ പഠിക്കണമെന്ന് കാണിച്ച് പരിഗണിക്കാതിരിക്കുകയാണെന്നും ഇത് ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ ഇടപെടൽ മൂലമാണെന്നാണ് ഈ രമ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇപ്പോഴും പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും കാസർഗോഡ് കോളേജുമായി ബന്ധപ്പെട്ട് ഈ ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തകരാണ് SFIയിൽ പ്രവർത്തിക്കുന്നതെന്നുമാണ് ഈ രമ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. മുൻപും ഈ SFI രമ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതൊക്കെയായാലും ഈ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഈ റിട്ടയർഡ് ചെയ്തിട്ടും തനിക്ക് ലഭിക്കാനുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ അനധികൃതമായി തടഞ്ഞു വെക്കുകയാണെന്നാണ് ഇപ്പോൾ രമ ആരോപിച്ചിട്ടുള്ളത്. ബനേഷ്, ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെ M രമ ഈ കാര്യങ്ങളൊക്കെ ആരോപിച്ചു എന്ന് അഗസ്റ്റിൻ ജോസഫ് റിപ്പോർട്ട് ചെയ്യുന്നു, അതേസമയം അവർ സംസാരിക്കുന്ന രൂപത്തിലുള്ള ദൃശ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അവരുടെ സംഭാഷണം കേൾപ്പിക്കുകയും ചെയ്യുന്നില്ല എന്ന്. ആ സംഭാഷണം വ്യക്തതയില്ലാത്തതുകൊണ്ടാണോ? ആ സംഭാഷണം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സംഭാഷണത്തിന്റെ ഓഡിയോ കട്ടായതുകൊണ്ടാണ് നമുക്കത് ടെലികാസ്റ്റ് ചെയ്യാൻ നൽകാൻ സാധിക്കാതിരുന്നത്. ഏതൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് അവർ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ SFIക്കെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് കോളേജിൽ ക്രിമിനൽ നടപടികൾ നടക്കുന്നുണ്ട്. റിസർച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ റിസർച്ച് സ്കോളറെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അധ്യാപനം അടക്കം നടത്തുന്നതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ബനേഷ്, തീർച്ചയായിട്ടും അടുത്ത ബുള്ളറ്റിനുകളിൽ ഇവരുടെ സംഭാഷണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്കത് കാണിക്കേണ്ടതുണ്ട്, കേൾപ്പിക്കേണ്ടതുണ്ട്. SFI പ്രിൻസിപ്പൽ സംഘർഷമുണ്ടായ കൊയിലാണ്ടി ഗുരുദേവ കോളേജിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സംഘർഷം ഒഴിവാക്കാൻ കർശനമായി ഇടപെടാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകി. പ്രിൻസിപ്പാലിനും വിദ്യാർത്ഥികൾക്കും സംരക്ഷണം നൽകണം. പ്രിൻസിപ്പാൽ അടക്കമുള്ളവർക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് മാനേജ്മെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. കേസിൽ എതിർകക്ഷിയായ SFIക്ക് കോടതി നോട്ടീസ് അയച്ചു. കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് കോളേജിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ഗുണപരമായ മുന്നേറ്റങ്ങൾ മറന്നുകൊണ്ടല്ല വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമോത്സുകമായ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാക്കിയ ചരിത്രപരമായ നേട്ടങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ, കൺസെഷൻ അടക്കമുള്ള യാത്രാ സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ, പാഠ്യപദ്ധതികളിൽ വർഗീയ അജണ്ടകൾ തിരികെ കയറ്റിയപ്പോൾ അതിനെതിരായി സമരം നടത്തിയതടക്കമുള്ള വലിയ ചരിത്രങ്ങൾ മറക്കാൻ പാടില്ല. വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ വാർത്തകളുമായിട്ട് ഒരു തരത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ള കാര്യം. ഒന്ന്, SSLC പരീക്ഷ പാസ്സായ കുട്ടികളിൽ പലർക്കും എഴുത്തും വായനയും അറിയില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പലർക്കും എന്ന വാക്കിനെ വിഴുങ്ങിക്കൊണ്ട് മാധ്യമങ്ങളും മറ്റുള്ളവരും ആർക്കും അതറിയില്ല എന്നുള്ള രീതിയിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ അഭിപ്രായം വരികയുണ്ടായി. അങ്ങനെ ഒരു
അഭിപ്രായം സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുത്തുന്നു. നിയമസഭാ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. പ്രസ്താവന വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. ഓർക്കുക, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SSLC പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് ചിലർക്ക് അറിയില്ല എന്നാണ്. എന്നാൽ മാധ്യമങ്ങളും മറ്റുള്ളവരും അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ SSLC പരീക്ഷ പാസ്സായവർക്കൊന്നും അത് അറിയില്ല എന്നുള്ള നിലയ്ക്ക് വന്നു. ഇന്ന് നിയമസഭയിൽ ആ വിഷയം വന്നപ്പോൾ മന്ത്രി തന്നെ ആ കാര്യം പറഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ചിലർക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് എന്നുള്ള രീതിയിലായിരുന്നു. 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെ പ്രസ്താവന തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു. അതേ നിലപാടാണ് ഇന്ന് നിയമസഭയിലും വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചത്. പരാമർശം പ്രസംഗത്തിന്റെ ഒഴുക്കിൽ ഉണ്ടായതാകാമെന്ന് മന്ത്രി പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെന്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത്. സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാർ ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതേസമയം തനിക്ക് ലഭിച്ച ഒരു കുട്ടിയുടെ അപേക്ഷയിലെ അക്ഷരത്തെറ്റുകൾ കണ്ടപ്പോൾ ഉണ്ടായ പ്രയാസമാണ് പ്രസ്താവനയിലേക്ക് നയിച്ചതെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. പറഞ്ഞ കാര്യത്തെ പർവ്വതീകരിക്കേണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല. അതിലൊരു കുട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു. ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെറ്റ് വ്യാപകമായി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെ പറഞ്ഞു. പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട്. ഈ പരാമർശമാണ് നടത്തിയത്. അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 അഡ്മിഷൻ ലഭിക്കുമെന്നും സീറ്റ് പ്രതിസന്ധി നിലവിലില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. +1 അപേക്ഷിച്ച എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ സീറ്റ് ക്ഷാമം പരിശോധിക്കാൻ 2 ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇവിടെ ഈ 3ാം റൗണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുന്നതോടുകൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ. ഇനി കേരള സംസ്ഥാനത്ത് ആകെ മലപ്പുറം അടക്കം A+ കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് 222 പേർക്ക് മാത്രമേ ഉള്ളൂ സാർ. അത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കും. മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുറച്ച് സീറ്റിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയുണ്ടായി. അതനുസരിച്ച് കമ്മീഷനൊന്നും അല്ല സാർ, പരിശോധിക്കുന്നതിന് വേണ്ടി 2 ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറം ജില്ലയിൽ